യെസ്, പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ട ശേഷം അൻവർ സംസാരിക്കുന്നു. ആ ഓവർ പവറാണ് കൊടുക്കാൻ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ട് കൂടിയല്ല. ഇന്ത്യയിലെ മറ്റ് 10-28 സംസ്ഥാനമുണ്ട്, അവിടെയൊക്കെ വനമുണ്ട്. അവിടെ പോലും ഇല്ലാത്ത നിയമം 70% ഫോറസ്റ്റായ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത്, കുരങ്ങ് കൊണ്ട് തിരുവനന്തപുരത്തും ഹൈക്കോടതി പോലും പകൽ സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ വാതിലടച്ചിട്ടുണ്ട് ഗതികേടുള്ള ഈ നാട്ടിലേക്കാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എത്രയാണ്? അപ്പോൾ അതിൽ പിന്തുണ വാങ്ങാനും ഇതിൻ്റെ സീരിയസ്നെസ് പറയാനാണ് വന്നത്. അത് ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് ഉൾക്കൊണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. KPCC പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. UDF കൺവീനറും പ്രതിപക്ഷ നേതാവുമായ വന നിയമത്തെക്കുറിച്ചാണ് ഇപ്പോൾ PV അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അസ്ലമുണ്ട് PV അൻവറിൻ്റെ ഇന്നത്തെ നീക്കങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ. ശ്രീ മുഹമ്മദ് അസ്ലം, അതായത് UDFിലേക്ക് പോകാൻ ചില തടസ്സങ്ങൾ അൻവറിന് മുമ്പിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ തടസ്സങ്ങൾ ഒന്നൊന്നായി അൻവർ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും UDFിലേക്കുള്ള അൻവറിന്റെ വഴി സുഗമമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ യാത്രകൾ, അതോടൊപ്പം തന്നെ UDF നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമതായി UDFിലേക്കുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. അത് UDFിനോട് സഹകരിച്ചാലും ഇല്ലെങ്കിലും പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനായി UDFിന്റെ പ്രവർത്തകനായി പോലും പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറയുന്നു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഉന്നയിച്ച ആരോപണങ്ങളടക്കം അദ്ദേഹം പിൻവാങ്ങിക്കൊണ്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ട്, കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അതിലേക്കുള്ള വഴികൾ തുറക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറത്ത് തന്നെ ഏറ്റവും കാര്യങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും നേരിട്ട് കണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. രണ്ടുപേരും UDF പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും UDFിനെ ശക്തിപ്പെടുത്തുമെന്നും അനുകൂലമായ ഒരു സമീപനം തന്നെയാണ് PV അൻവറിനോട് സ്വീകരിച്ചത്. തുടർന്ന് പിന്നെയുള്ളത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അതും VD സതീശൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ, ആ സമയത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന രീതിയിൽ അതിനെയും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും PV അൻവറിന് UDFിലേക്ക് PV അൻവറിന്റെ വഴികൾ തുറക്കുന്നു എന്ന് തന്നെയാണ് സ്വാഭാവികം പറയാൻ പറ്റും. അതേസമയം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നില്ല. പാർട്ടികളിൽ കോൺഗ്രസിൽ പ്രധാനമായും ചർച്ച ആവേണ്ടി വരും. കാരണം നിലമ്പൂർ എന്ന സീറ്റായിരിക്കും സ്വാഭാവികമായും നിയമസഭയിൽ അദ്ദേഹം ആവശ്യപ്പെടുക. അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മലപ്പുറം DCC ഉൾപ്പെടെ അതിലൊക്കെ നിലപാടുകൾ ഉണ്ടാവും. അങ്ങനെ കോൺഗ്രസിൽ ഒരു സമവായം രൂപപ്പെടുത്തി വരിക, ലീഗിലൊരു പിന്തുണ നേടിയെടുക്കുക, അങ്ങനെ UDFിൽ മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് UDFിലേക്ക് എത്തുക. എന്തായാലും അത് ഇനി വലിയ വൈകാതെ തന്നെ കാര്യങ്ങൾ വരും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി തന്നെ അൻവർ UDFിന്റെ ഭാഗമാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. സ്വാഭാവികമായിട്ടും ഈ വനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇതിനൊരു സഹായകരമായി മാറുകയും ചെയ്യും. അറസ്റ്റും അത് തുടർന്നുള്ള ജയിൽവാസവും പുറത്തിറക്കൊക്കെ തന്നെയും അൻവറിന് പുതിയൊരു വഴി തുറന്നിരിക്കുന്നു. ആ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ തടസ്സങ്ങൾ കാണുന്നില്ല എന്നതാണ് ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലെ ചർച്ചകൾ എന്തായാലും ഈ വിഷയത്തിൽ നിർണായകമായി തീരുകയും ചെയ്യും. നൗഫൽ അസ്ലം, അതോടൊപ്പം തന്നെ ലീഗിന്റെ ഒരു മൂഡ് എന്താണ് ഇക്കാര്യത്തിൽ? അതായത് ഒരു സീറ്റ് തീർച്ചയായും PV അൻവറിന് നൽകേണ്ടി വരും. അത് നിലമ്പൂർ സീറ്റ് തന്നെ ആയിരിക്കും അൻവർ ആവശ്യപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ആകുമ്പോൾ കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു സീറ്റ് മലപ്പുറം ജില്ലയിൽ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആകുമ്പോൾ ലീഗ് ചിലപ്പോൾ ചില സീറ്റുകളിൽ വിട്ടുവീഴ്ച നടത്തുകയോ ചില സീറ്റുകൾ വെച്ചുമാറുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, ഇതെല്ലാം കൂട്ടിയാലോചിക്കുമ്പോൾ ലീഗിന് ഈ മാറ്റം ഗുണമാണോ ചെയ്യുക, ദോഷമാണോ ചെയ്യുക? എന്താണ് ലീഗിൻ്റെ നിലപാട്? ലീഗിന്റെ ഏതെങ്കിലും നിയമസഭാ സീറ്റുകളിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള ഒരു സമവായത്തിന് എന്തായാലും ലീഗ് മുന്നോട്ട് വയ്ക്കാൻ സാധ്യത കുറവാണ്. അതേസമയം മുന്നണി ചർച്ചകളാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന് വേണ്ടി നടക്കുന്ന സീറ്റ് കൊടുക്കലല്ല എങ്കിൽ പോലും ലീഗ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ലീഗിൻ്റെ ഒരു പൊതുവായ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അതേസമയം അത്തരം കാര്യങ്ങൾ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലമ്പൂർ സീറ്റ് പോകുമ്പോൾ മലപ്പുറത്ത് സംബന്ധിച്ചുള്ള മുസ്ലിം ലീഗ് കോൺഗ്രസിന് മത്സരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ് അത് നഷ്ടപ്പെടുന്നത്. അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും, മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ അത് പ്രതിഫലിക്കും, തദ്ദേശ പ്രതിഫലിക്കും, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക. പക്ഷേ മുസ്ലിം ലീഗ് ഏതെങ്കിലും സീറ്റ് പെട്ടെന്ന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഇതിനെ നിൽക്കേണ്ടതുണ്ടോ, അല്ലെ അത്തരമൊരു കാര്യത്തിലേക്ക് പോകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം PV അൻവറിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമല്ല. പകരം PV അൻവറിന് മുന്നണിയിലേക്ക് എത്താൻ മുസ്ലിം ലീഗിന് പിന്തുണ വേണം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടം. അതുകൊണ്ട് തന്നെ സീറ്റ് വിട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ സീറ്റ് വിട്ടുവീഴ്ച എന്നൊരു ഘട്ടത്തിലേക്ക് മുസ്ലിം ലീഗ് പെട്ടെന്ന് കടക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.